പ്രിയ വിദ്യാർത്ഥികൾക്ക് ശ്രീചിന്മയ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 സോഷ്യോളജിയിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ബാക്കി ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഇന്ത്യയിൽ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും സാമൂഹ്യശാസ്ത്രത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചുമുള്ള ഭാഗമാണ് പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത് സാമൂഹ്യശാസ്ത്രത്തിന് മറ്റു ശാസ്ത്ര വിഷയങ്ങളുമായുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയാണ്. നമുക്കറിയാം, സാമൂഹ്യശാസ്ത്രം അഥവാ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് വെറും ഒരു സോഷ്യോളജിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അല്ല. മറിച്ച് സാമ്പത്തിക ശാസ്ത്രവും രാഷ്ട്രീയ മീമാംസയും ചരിത്രവും മനഃശാസ്ത്രവും നരവംശാസ്ത്രവും അടങ്ങുന്ന ഒരു വലിയ ഭാഗമാണ് സാമൂഹ്യശാസ്ത്രം. അതിലെ ഒരു പാഠ്യവിഷയമാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമൂഹശാസ്ത്രവും മറ്റുള്ള സാമൂഹ്യശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലാദ്യമായി സാമൂഹ്യശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയവയെക്കുറിച്ച് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു വിഷയമാണ്. നമ്മുടെ സമൂഹത്തിലുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അതിൻ്റെ ഉൽപ്പാദനങ്ങൾ, അതെങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നത്, അതേത് രീതിയിലാണ് ആളുകൾ ഉപയോഗിക്കുന്നത്, ഏതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗം നടത്തപ്പെടുന്ന സാധനം, ഏതാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ സാധനങ്ങളുടെ വില, ആവശ്യം, വിതരണം, പണത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയാണ് നിക്ഷേപങ്ങൾ നടത്തപ്പെടുന്നത്, ഉൽപ്പാദനം എങ്ങനെയാണ് നടത്തപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പഠന മേഖലയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ സാമ്പത്തിക വികസനം മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്. ഓരോ വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ് സാമ്പത്തിക ഇടപെടലുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി മനുഷ്യൻ വികസിക്കുന്നതോടൊപ്പം അവൻ്റെ സാമൂഹ്യ ജീവിതത്തെ കൂടെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം പ്രകടമാണ്. ഉദാഹരണത്തിന്, ആദ്യകാലങ്ങളിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുടെ സാമൂഹിക ജീവിതവും കുറേ കാലം കഴിഞ്ഞ് നല്ല ജോലികളൊക്കെ നേടി സാമ്പത്തികമായി ഉയർന്ന രീതിയിലേക്ക് കടന്നു വരുമ്പോൾ അയാളുടെ സാമൂഹിക ജീവിതവും തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. അഥവാ അവൻ്റെ സാമ്പത്തിക നില മാറുന്നതിനനുസരിച്ച് അവൻ്റെ സാമൂഹിക ചുറ്റുപാടിലും മാറ്റമുണ്ടാവുന്നുണ്ട് എന്നത് മനസ്സിലാക്കി വെക്കുക. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സാമ്പത്തിക ശാസ്ത്രവും സമൂഹശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, സാമ്പത്തിക കാഴ്ചപ്പാടിലൂടെ ഒരു പ്രശ്നത്തിനുള്ള സാങ്കേതിക പരിഹാരം നൽകുക എന്നതാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ കഴിവ് എന്ന് പറയുന്നത്. ഏതൊരു പ്രശ്നത്തിനും സാമ്പത്തിക കാഴ്ചപ്പാടിലൂടെ പ്രശ്നപരിഹാരം കാണുന്നു എന്നാണ്. എന്നാൽ സാമൂഹ്യശാസ്ത്രം അത് അങ്ങനെയല്ല. പകരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും യുക്തിപരമായും പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായി പ്രശ്നങ്ങൾ പരീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നിരീക്ഷിച്ചതിന് ശേഷം കൃത്യമായ ഒരു പ്രശ്നപരിഹാര മാർഗമാണ് സമൂഹശാസ്ത്രം നടത്തുന്നത്. പക്ഷേ സാമ്പത്തിക ശാസ്ത്രം അങ്ങനെയല്ല. മറിച്ച് ഒരു സാമ്പത്തിക പ്രശ്നപരിഹാരം മാത്രമാണ് നടത്തുന്നത്. കൂടാതെ മറ്റൊന്ന്, സാമ്പത്തിക മേഖലയിലുണ്ടാവുന്ന മാറ്റങ്ങൾ എങ്ങനെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെടുന്നു എന്നതിനെക്കുറിച്ചും സമൂഹശാസ്ത്രം പഠനവിധേയമാക്കുന്നു. അഥവാ സാമ്പത്തിക മേഖലകളിലുണ്ടാവുന്ന മനുഷ്യൻ്റെ മാറ്റങ്ങൾ, കാലങ്ങളായി വരുന്ന കാലക്രമേണ ഉണ്ടാവുന്ന സാമ്പത്തിക മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിലൂടെ
സാമൂഹ്യ ജീവിതത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചും നമുക്ക് ഈ പാഠഭാഗത്ത് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സമൂഹശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഥവാ സാമ്പത്തികം എന്ന് പറയുന്നത് മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ആ മനുഷ്യൻ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചാണ് സോഷ്യോളജി പഠനം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന മാറ്റം അത് സാമൂഹിക മാറ്റത്തിനും കാരണമാകുന്നു. ആ സാമൂഹിക മാറ്റത്തെക്കുറിച്ച് സോഷ്യോളജി പഠനം നടത്തുന്നു. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രവും സോഷ്യോളജിയും തമ്മിൽ ഒരു ബന്ധം നിലനിൽക്കുന്നു. രണ്ടാമതായി നമ്മൾ പറയുന്നത് സമൂഹശാസ്ത്രവും രാഷ്ട്രീയ മീമാംസയുമാണ്, അഥവാ പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കേണ്ടതുണ്ട്. കാരണം ഇവ രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അഥവാ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്, രാഷ്ട്രീയ മീമാംസ എന്ന് പറയുന്നത്, അത് രാഷ്ട്രത്തെക്കുറിച്ചും ഭരണകൂടത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ്. എന്താണ് ഒരു രാഷ്ട്രം? എങ്ങനെയായിരിക്കണം ഒരു ഭരണകൂടം? ഭരണകൂടത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? രാഷ്ട്രത്തിൻ്റെ വിവിധ ഘടകങ്ങൾ ഏതെല്ലാം? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് രാഷ്ട്രീയ മീമാംസ പഠിക്കുന്നത്. അഥവാ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങളായ ജനങ്ങളെക്കുറിച്ച്, അവരുടെ ഭൂപ്രദേശങ്ങളെക്കുറിച്ച്, ഭരണകൂടത്തെക്കുറിച്ച്, പരമാധികാരത്തെക്കുറിച്ച്, ഇങ്ങനെ തുടങ്ങി രാഷ്ട്രത്തിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ചാണ് രാഷ്ട്രീയ മീമാംസ പഠനം നടത്തുന്നത്. കൂടാതെ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച്, തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ അധികാരങ്ങൾ തുടങ്ങിയ പഠന മേഖലകളൊക്കെ പൊളിറ്റിക്സ് സയൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, രാഷ്ട്രത്തെക്കുറിച്ചും അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചൊക്കെ രാഷ്ട്രീയ മീമാംസ പഠിക്കുമ്പോൾ ഇതൊക്കെ നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ വിവിധങ്ങളായ സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സമൂഹശാസ്ത്രം പഠനം നടത്തുന്നത്. അഥവാ സാമൂഹ്യശാസ്ത്രം സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ അധികാരത്തെ വിലയിരുത്തുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭരണകേന്ദ്രങ്ങളും ലോക്കൽ ഗവൺമെൻറ് മുതൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ നിലകൊള്ളുന്ന സമൂഹത്തെക്കുറിച്ചാണ് സോഷ്യോളജിയിൽ പഠനം നടത്തുന്നത് എന്നാണ് നാം മനസ്സിലാക്കി വെക്കേണ്ടത്. അഥവാ ഈ അധികാരം മൂലമുണ്ടാകുന്ന സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ചെല്ലാം പഠനം നടത്തുന്നത് ആരാണ്? സമൂഹശാസ്ത്രമാണ്. ഇവിടെ നിയമങ്ങൾ ഉപയോഗിച്ച് ഓരോ രാഷ്ട്രവും മനുഷ്യ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നു. ഓരോ രാഷ്ട്രവും വരുന്നതിനനുസരിച്ച്, ഓരോ ഗവൺമെൻറ് വരുന്നതിനനുസരിച്ച് പുതിയ പുതിയ നിയമങ്ങളുണ്ടാക്കി മനുഷ്യ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നു. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കുടുംബം, മതം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏജൻസികളിലെയും ഈ രാഷ്ട്രം എന്താക്കാൻ നടക്കുന്നുണ്ട്? അവിടെ ഒരു നിയന്ത്രണം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞതെടുത്തോളം സമൂഹശാസ്ത്രത്തിൻ്റെ ഏജൻറ്റുകളായ അല്ലെങ്കിൽ സാമൂഹ്യ സംവിധാനങ്ങളായ, സാമൂഹ്യ സ്ഥാപനങ്ങളായ എല്ലാ മേഖലകളിലും മാറ്റം വരുത്താനും ആർക്ക് കഴിയുന്നുണ്ട്? അധികാരത്തിന് അല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഭരണകൂടങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പൊളിറ്റിക്കൽ സയൻസിനും സമൂഹശാസ്ത്രത്തിനും തമ്മിൽ വളരെ വലിയ ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. മറ്റൊന്നാണ് സമൂഹശാസ്ത്രവും ചരിത്രവും എന്ന് പറയുന്നത്. ചരിത്രം എന്ന് വെച്ചാൽ അത് ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. ചരിത്രം കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ചരിത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ചരിത്രം വളരെ കൃത്യമായി സമൂഹത്തിൽ നടന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച്, കഴിഞ്ഞുപോയ കാലങ്ങളിൽ സമൂഹത്തെക്കുറിച്ച് നടന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരശേഖരണം തന്നെയാണ്. അങ്ങനെയുള്ള ഈ ചരിത്രവും സമൂഹശാസ്ത്രവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്, അഥവാ സമൂഹശാസ്ത്രം വർത്തമാന സമൂഹത്തെക്കുറിച്ചും
ചില ഘട്ടങ്ങളിൽ ഭാവി സമൂഹത്തെക്കുറിച്ചും പഠിക്കുന്നു എന്നുള്ളതാണ് ഇവ തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത്. അഥവാ ചരിത്രം ഭൂതകാലത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സമൂഹശാസ്ത്രം വർത്തമാനകാലത്തെക്കുറിച്ചും ചില സമയങ്ങളിൽ ഭാവി സമൂഹത്തെക്കുറിച്ചുമാണ് സമൂഹശാസ്ത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാമൂഹ്യശാസ്ത്രം വർത്തമാനകാലത്തെക്കുറിച്ചും ചരിത്രം കഴിഞ്ഞുപോയ ഭൂതകാലത്തെക്കുറിച്ചുമാണ് മനസ്സിലാക്കി തരുന്നത്. അപ്പം ഒരു ആളുകൾക്ക് വർത്തമാനകാലത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ആ വിഭാഗത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ സമൂഹശാസ്ത്രം പഠിക്കണമെങ്കിൽ ചരിത്രം അറിയൽ നിർബന്ധമാണ്. അപ്പോൾ സമൂഹശാസ്ത്രവും ചരിത്രവും തമ്മിൽ വലിയ ഒരു ബന്ധം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താണ്? അഥവാ സമൂഹശാസ്ത്രം പഠിക്കുന്നത് വർത്തമാനകാലത്തെക്കുറിച്ചാണ്. വർത്തമാനകാലത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ആ സമൂഹത്തിൻ്റെ ഭൂതകാലം അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് 3 ശാസ്ത്രവും സമൂഹശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തതായി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്കറിയാം എന്താണ് മനഃശാസ്ത്രം. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്നു. എന്താണ് മനഃശാസ്ത്രം? അതായത് മനുഷ്യ വ്യവഹാരത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഒരു മനുഷ്യൻ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അവൻ്റെ വ്യവഹാര പെരുമാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അഥവാ മനുഷ്യൻ്റെ സ്മരണകളെക്കുറിച്ച്, അഭിപ്രേരണകളെക്കുറിച്ച്, വികാരം, ചിന്ത, ബുദ്ധി, ശിശുവികസനം, മാനസിക പ്രതിഭാസങ്ങൾ തുടങ്ങിയവതിൻ്റെ ഒരു പഠന മേഖലയാണ് മനഃശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഏതിൽ പഠന വിധേയമാക്കുന്നുണ്ട്? മനഃശാസ്ത്രത്തിൽ പഠന വിധേയമാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെയുള്ള ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു പഠന വിഭാഗമാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. മനഃശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയാണ് സോഷ്യൽ സൈക്കോളജി. അഥവാ വ്യക്തികൾ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിൽ ഇടപെടുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് സോഷ്യൽ സൈക്കോളജി. അപ്പം സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ മനഃശാസ്ത്രം ഇടപെടുന്നു. അതുപോലെ തന്നെ ഒരു വ്യക്തി എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ സോഷ്യൽ സൈക്കോളജിയും ഇടപെടുന്നു. അഥവാ ഇവ രണ്ടും സമൂഹത്തിലെ മനുഷ്യരെക്കുറിച്ച് പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യോളജിയും സൈക്കോളജിയും മനഃശാസ്ത്രവും തമ്മിൽ വലിയ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കി വെക്കേണ്ടത്. കാരണം സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളെക്കുറിച്ചാണ് സൈക്കോളജി പഠിക്കുന്നത്. ആ മനുഷ്യ പെരുമാറ്റങ്ങളുടെ മാറ്റമായി ഉണ്ടാവുന്ന സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചാണ് സോഷ്യോളജിയിൽ പഠനം നടത്തുന്നത് എന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും സമൂഹശാസ്ത്രവും സൈക്കോളജിയും തമ്മിൽ ചില ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെയാണോ? ഇതൻ അവസാനമായി സാമൂഹ്യശാസ്ത്രവും നരവംശശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അഥവാ എന്താണ് നരവംശശാസ്ത്രം? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒരു വിഷയമാണ് നരവംശശാസ്ത്രം എന്ന് പറയുന്നത്. നരവംശശാസ്ത്രം എന്ന് വെച്ചാൽ മനുഷ്യവംശത്തെക്കുറിച്ചും മനുഷ്യവംശത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ വികാസം എങ്ങനെയാണ്, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ് എന്നിങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പഠനവിധേയമാക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് നരവംശശാസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ തന്നെ 2 തരം നരവംശശാസ്ത്രമുണ്ട്. ഭൗതിക നരവംശശാസ്ത്രവും സാമൂഹ്യ നരവംശശാസ്ത്രവും. ഭൗതിക നരവംശശാസ്ത്രം എന്ന് വെച്ചാൽ മനുഷ്യവംശത്തിൻ്റെ ജീവശാസ്ത്രപരമായ ഉത്ഭവത്തെക്കുറിച്ചാണ് ഭൗതിക നരവംശശാസ്ത്രത്തിൽ പറയുന്നത്. ഏത് കാലം മുതലാണ് മനുഷ്യനുണ്ടായത്, മനുഷ്യൻ്റെ വിവിധമായ വിഭാഗങ്ങൾ, മംഗളോയിഡ്, കോക്കസോയിഡ്, അതുപോലെ തന്നെ ദ്രവീഡിയർ, ആര്യന്മാർ തുടങ്ങിയ വംശങ്ങളെക്കുറിച്ച്, ഇവരുടെ പ്രത്യേകതകൾ, നെഗ്രിറ്റോസ്, ഇവരുടെ
കായികപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭൗതിക നരവംശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത്. പക്ഷേ സാമൂഹ്യ നരവംശാസ്ത്രത്തിലാണെങ്കിൽ സാമൂഹ്യ സാഹചര്യങ്ങളിൽ മനുഷ്യ വ്യവഹാരം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ്. ഓരോ സമൂഹത്തിൻ്റെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ആ ഓരോ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറുന്നത്, അവൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സാമൂഹ്യ നരവംശാസ്ത്രത്തിൽ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നരവംശാസ്ത്രം ലളിത സമൂഹത്തെക്കുറിച്ചാണ് പഠനം നടത്തുന്നത് എങ്കിൽ സമൂഹശാസ്ത്രം പഠനം നടത്തുന്നത് സങ്കീർണമായ ഒരു സമൂഹത്തെക്കുറിച്ചാണ്. ആദ്യകാല സമൂഹം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ഉത്ഭവകാലം എന്ന് പറയുന്നത് ലളിതമായ ഒരു സമൂഹമായിരുന്നു. പക്ഷേ കാലങ്ങൾ ഒരുപാട് വളർന്നു വന്നപ്പോൾ കാലങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് കണ്ടുപിടുത്തങ്ങൾക്കനുസരിച്ചൊക്കെ മനുഷ്യൻ്റെ സമൂഹം സങ്കീർണമായിട്ടുണ്ട്. ഇപ്പോൾ വലിയ ഒരു വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠനവിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് മനുഷ്യ സമൂഹം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അതായത് മനുഷ്യൻ്റെ ഇടപെടലുകൾ നടത്തുന്ന എല്ലാ സാമൂഹിക മേഖലകളെക്കുറിച്ചും സമൂഹശാസ്ത്രം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ സങ്കീർണമായ ഒരു സാമൂഹിക ജീവിതത്തെക്കുറിച്ചാണ് സമൂഹശാസ്ത്രത്തിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നരവംശാസ്ത്രജ്ഞർ പങ്കാളിത്ത നിരീക്ഷണമാണ് പഠന രീതിയായി ഉപയോഗിക്കുന്നത്. എന്നാൽ സാമൂഹ്യശാസ്ത്രത്തിൽ സർവേകളും ചോദ്യാവലികളും തുടങ്ങിയവ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ പങ്കാളിത്ത നിരീക്ഷണവും പങ്കാളിത്ത പഠനവും ഇന്ന് സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ സമൂഹശാസ്ത്രത്തിൻ്റെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും നരവംശാസ്ത്രത്തിൻ്റെയും രീതികൾ ഏകദേശം ഒരുപോലെയാണ്, അല്ലെങ്കിൽ ഒരേ രീതി പിന്തുടരുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ രണ്ട് ശാസ്ത്രങ്ങളും തമ്മിൽ ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ 5 ശാസ്ത്രങ്ങൾക്കും ചില ബന്ധങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം ഏകദേശം ഈ പാഠത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരം നിങ്ങൾക്ക് വളരെ കൃത്യമായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതോടുകൂടെ നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ നമ്മളിവിടെ പൂർത്തീകരിക്കുകയാണ്. എല്ലാവരും ഇതുവരെയുള്ള ഇതിൻ്റെ നോട്ടുകളും ഞാൻ അയച്ചു തരുന്നതാണ്. നോട്ട് കംപ്ലീറ്റ് ആക്കുകയും വേണം. അതോടൊപ്പം ഒന്നുകൂടെ മനസ്സിലാകാത്ത ആളുകൾ ഈ വോയിസ് ഒന്നുകൂടെ കേട്ടതിന് ശേഷം, വീഡിയോ കണ്ടതിന് ശേഷം സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിലായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഈ ക്ലാസ് ഇവിടെ പൂർത്തീകരിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ശുഭദിനം നേരുന്നു. താങ്ക് യു.